ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് EMIയെ കുറിച്ചാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ EMI വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒന്നാണ്. നമ്മളെല്ലാവരും ഇന്ന് EMIയിലൂടെയാണ് സാധനങ്ങൾ വാങ്ങുന്നത്. ഇന്ന് എല്ലാ കടകളുടെ മുന്നിലും നമുക്ക് കാണാം EMI എന്ന്. നമുക്ക് EMI തരാൻ വേണ്ടി ഇന്ന് ഒരുപാട് ഫൈനാൻഷ്യൽ ഏജൻസികൾ മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. EMI എന്ന് പറഞ്ഞാൽ ഇക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെൻ്റ് എന്നാണ്. അപ്പോൾ ഈ EMI എത്രമാത്രം അപകടകാരിയാണെന്ന് നമ്മളിൽ പലർക്കും അറിയില്ല. നമുക്ക് നോക്കൂ, നമ്മുടെ മുൻപുള്ള തലമുറ അവർക്കൊരു സാധനങ്ങൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ അവരാദ്യം അവരുടെ കടയിൽ പോയി അതിൻ്റെ ക്വാളിറ്റി നോക്കി, അത് മനസ്സിലാക്കി, അതിൻ്റെ പ്രൈസ് മനസ്സിലാക്കി, പിന്നീട് അവർ ആ പൈസ 6 മാസം കൊണ്ടോ അല്ലെങ്കിൽ 1 വർഷം കൊണ്ടൊക്കെ അത് സേവ് ചെയ്തിട്ട് പിന്നീട് ആ സാധനം വാങ്ങുന്നതാണ് പതിവ്. പക്ഷേ ഇന്ന് ആ സിസ്റ്റം മാറി. നമ്മൾ ഇന്നിപ്പോൾ എനിക്കൊരു മൊബൈൽ ഫോൺ വാങ്ങണം എന്ന ആഗ്രഹം തോന്നിയാൽ ഞാനിപ്പോൾ തന്നെ പോയി EMIക്ക് സാധനങ്ങൾ വാങ്ങുകയാണ്. കാരണം എനിക്ക് പൈസ ആവശ്യമില്ല എന്നുള്ളതാണ്. കാരണം എനിക്ക് 3 പ്രൂഫ് ഉണ്ടായാൽ മതി. ഒന്ന് ബാങ്ക് പാസ്ബുക്കും, അതുപോലെ തന്നെ ആധാർ കാർഡും പാൻ കാർഡും ഉണ്ടെങ്കിൽ ഏത് കടയിൽ പോയിട്ടും എനിക്ക് എന്ത് കിട്ടും? ഈ EMIക്ക് സാധനങ്ങൾ കിട്ടും. പക്ഷെ അത് എത്രമാത്രം അപകടകാരിയാണെന്ന് നമ്മളിൽ പലർക്കും അറിയില്ല എന്നുള്ളതാണ്. നമുക്ക് EMI ഒരു സാധാരണക്കാരൻ എടുത്തു കഴിഞ്ഞാൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് അയാൾ നേരിടേണ്ടി വരിക എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. EMI ഒരു സാധാരണക്കാരനെ എങ്ങനെയാണ് ബാധിക്കുന്നത് നമുക്കൊന്ന് നോക്കാം അല്ലേ. EMI ഇക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെന്റ്. നോക്കൂ, നമുക്കൊരു ഉദാഹരണ സഹിതം നമുക്കൊന്ന് പറയാം. ഒരു 100 പേര് EMIക്ക് സാധനങ്ങൾ വാങ്ങിയാൽ അവിടെ 50% ആളുകളും റെഡിയായി, അഥവാ ഒരു അടവും മുടങ്ങാതെ, ഒരു അടവും തെറ്റാതെ അടക്കുന്ന ആളുകളാണ് 50% ആളുകൾ. പക്ഷേ ബാക്കിയുള്ള 50% ആളുകൾ 1, 2, 3, 4 അടവുകൾ തെറ്റിച്ചിട്ടാണ് അടക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ 50% ആളുകളുടെ കയ്യിൽ നിന്ന് ഈ ഫൈനാൻഷ്യൽ ഏജൻസികൾക്ക് വലിയ ലാഭമൊന്നുമില്ല. പക്ഷെ ഇവിടെയാണ് ഈ 50% ആളുകളിൽ നിന്ന് അവരുടെ, ഞാൻ നേരത്തെ പറഞ്ഞു, 1 അടവോ 2 അടവോ 3 അടവൊക്കെ തെറ്റി അടക്കുന്ന ആളുകളാണ്. അങ്ങനെയാണെങ്കിൽ ഒരു അടവ് തെറ്റിക്കഴിഞ്ഞാൽ 500 രൂപയാണ് ബൗൺസ് ചാർജ് വരുന്നത്. പിന്നെ നമ്മൾ ഏത് പാസ്ബുക്കാണോ, ഏത് ബാങ്കിൻ്റെ പാസ്ബുക്കാണോ കൊടുത്തത് അതിൻ്റെ ചെക്ക് മടങ്ങിക്കഴിഞ്ഞാൽ ബാങ്ക് ഈടാക്കുന്ന ഒരു ഫൈൻ കൂടി ഉണ്ടാവും, 350 രൂപ. അത് ഓരോ ബാങ്കിനും ഓരോ ഫൈനാണ്. ഏകദേശം 350 രൂപയോളം വരും. അങ്ങനെയാണെങ്കിൽ ഒരു അടവ് തെറ്റിക്കഴിഞ്ഞാൽ 850 രൂപയാണ് നമുക്ക് ഒരു മാസം ഫൈന് വരിക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു 2-ാം തീയതിയാണ് ഒരാൾക്ക് EMIയുടെ ഡേറ്റ് വരുന്നതെങ്കിൽ നമ്മൾ 1-ാം തീയതി 12 മണിക്ക് മുമ്പ് തന്നെ നമ്മുടെ ബാങ്കിൽ പൈസ ഫില്ലാക്കണം. ഇല്ല എങ്കിൽ ഞാൻ പറഞ്ഞു, ഈ ബൗൺസ് ചാർജ് 500, അതുപോലെ തന്നെ പ്ലസ് 350 നമ്മുടെ ചെക്ക് മടങ്ങിയതിൻ്റെ പെനാൽറ്റി കൂടി വരും. അപ്പോൾ 850ഓളം രൂപയാണ് നമുക്ക് ഒരു മാസം നമ്മുടെ അടവ് പെൻഡിങ് ആയാൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഏകദേശം ലാഭം, കമ്പനിക്ക് ഏകദേശം ലാഭം ഈ 50% ആളുകളിൽ നിന്നാണ് കിട്ടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഈ 50% ആളുകൾ ഞാൻ പറഞ്ഞു കൃത്യമായി അടക്കുന്ന ആളുകളാണ്. അങ്ങനെയാണെങ്കിൽ ഇവരെ ടാർഗറ്റ് ചെയ്യുന്നത് കമ്പനികൾ, ഇവരെ എങ്ങനെയെങ്കിലും ഒരു 25% ആളുകളെ പേഴ്സണൽ ലോൺ എടുപ്പിക്കുക എന്നുള്ളതാണ് കമ്പനിയുടെ എക്സിക്യൂട്ടീവുകൾ ചെയ്യുന്നത്. അപ്പോൾ ഈ 50% ആളുകളെ നിരന്തരം വിളിച്ചുകൊണ്ട് അവരെ എങ്ങനെ ഒരു പേഴ്സണൽ ലോൺ എടുപ്പിക്കാം, അങ്ങനെ ഒരു 25% ആളുകളെ കൊണ്ട്, ഈ 50%-ൽ 25% ആളുകളെ കൊണ്ട് പേഴ്സണൽ ലോൺ എടുപ്പിക്കും. കാരണം ഇവർ നിരന്തരം നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് മെസ്സേജുകൾ അയച്ചിട്ടും ഡയറക്റ്റ് കോൾ ചെയ്തിട്ടും നമ്മളോട് പറയും 1 ലക്ഷം രൂപ നിങ്ങൾക്ക് പേഴ്സണൽ ലോൺ പാസ്സായിട്ടുണ്ട്, അതെടുത്തു കഴിഞ്ഞാൽ ഒരു റൂൾസും ഇല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ് അവർ എന്ത് ചെയ്യും, നമ്മളെ കൊണ്ട് ഈ പേഴ്സണൽ ലോൺ എടുപ്പിക്കും. ഈ പേഴ്സണൽ ലോണിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 12% മുതൽ 30% വരെയൊക്കെയാണ് ഓരോ ഫൈനാൻഷ്യൽ ഏജൻസികളും ഇൻട്രസ്റ്റ് ഇടുന്നത്. അങ്ങനെയാണെങ്കിൽ 1 ലക്ഷം രൂപ നമുക്ക് 30% ലെവലിലാണെങ്കിൽ 2 വർഷത്തേക്ക് 1,60,000 രൂപയാണ് നമ്മൾ അടയ്ക്കേണ്ടത്. പിന്നെ ഒരു അടവ് തെറ്റിക്കഴിഞ്ഞാൽ, പേഴ്സണൽ ലോണിൽ ഒരു അടവ് തെറ്റിക്കഴിഞ്ഞാൽ വളരെ പ്രശ്നമാണ്. കാരണം എവിടെ നിന്നൊക്കെയാണ് നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് കോള് വരിക എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം അവരെ റൂൾസ് അങ്ങനെയാണ്. അതുകൊണ്ട് നിങ്ങൾ ആലോചിക്കുക,
ഈ EMI എന്ന് പറയുന്നത് ഒരു കടക്കണിയിലേക്കുള്ള വാതിലാണ്. എന്നാണോ നിങ്ങൾ EMI സ്റ്റാർട്ട് ചെയ്യുന്നത് അന്ന് നിങ്ങൾ ആലോചിക്കുക, കടക്കണി എന്ന് പറയുന്ന ഒരു ലോകത്തേക്കുള്ള വാതിൽ തുറക്കപ്പെട്ടു എന്നാണ് അതിന് അർത്ഥം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വളരെയധികം ഈ റൂൾസ് എല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക. EMI ഒരു വലിയ അപകടകാരി തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ മാക്സിമം EMI അല്ലാതെ സാധനങ്ങൾ എടുക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക. നിങ്ങൾക്ക് EMI കുറിച്ച് കൂടുതൽ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഷാജാൻ പൊന്നേത്ത്, സൈനിങ് ഓഫ്.